Dear students, പുതിയ ചാപ്റ്ററാണ് പ്രിപ്പറേഷൻ ഓഫ് ദി റിസർച്ച് റിപ്പോർട്ട്. നമ്മുടെ റിസർച്ചിൻ്റെ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് ഇത് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട്. സോ റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാതെ ഒരു റിസർച്ച് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നില്ല. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ് എന്ത് റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് റിസർച്ച് റിപ്പോർട്ട്? നമ്മൾ ഇതുവരെ റിസർച്ച് കണ്ടക്ട് ചെയ്തതിൻ്റെ ആ പ്രോസസ്സ് അല്ലേ, നമ്മുടെ റിസർച്ച് പ്രോബ്ലം എന്താണ്, അത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്തത്, നമ്മുടെ ഫൈൻഡിങ്സ് എന്താണ്, നമ്മുടെ റിസൾട്ട് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് അല്ലേ, ഇതൊക്കെ കാണിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ്സ് ആണ് എന്ത് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് റിസർച്ച് കണ്ടക്ട് ചെയ്തത്, ആ പേഴ്സണ് ഈ ഒരു റിസർച്ചിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ടൂളാണ് എന്ത് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്തു, പക്ഷേ അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, ആർക്കാണോ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്ത് അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ച് സ്റ്റഡി കൊണ്ട് യാതൊരു യൂസും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് പേഴ്സൺ ആർക്കാണോ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്തത്, ആരാണോ നമ്മുടെ ഓഡിയൻസ്, അവർക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അവർക്ക് നമ്മൾ നമ്മുടെ റിസർച്ച് സ്റ്റഡീൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ത്രൂ റിസർച്ച് റിപ്പോർട്ടിലൂടെ. ഓക്കെ, സോ ഒരു റിസർച്ച് പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് നോക്കാം. A research report is an oral presentation or written statement that has the purpose of communicating research findings and recommendation for course of action, other findings to the management or other specific audience. അല്ലേ, എന്താണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? A research report is an oral presentation or written statement. അല്ലേ, oral presentation ആകാം, written statement ആകാം. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? To communicate research findings and recommendations to the management or other specific audience. അല്ലേ, അതായത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലേ, മാനേജേഴ്സിനാകാം അല്ലെങ്കിൽ അത് സ്പെസിഫിക് ഓഡിയൻസ് ആകാം. ഓക്കെ, അവർക്ക് നമ്മുടെ റിസർച്ച് ഫൈൻഡിങ്സ് എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് എന്ത് ഈ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിസർച്ച് റിപ്പോർട്ടിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ പ്രസൻറ്റേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ് ഇൻ ദ ഫോം ഓഫ് എ റിപ്പോർട്ട്. അല്ലേ, ഓക്കെ, അപ്പോൾ റിസർച്ച് പ്രോസസ്സിലെ ഏറ്റവും എസെൻഷ്യൽ പാർട്ടാണ് എന്ത് റിസർച്ച് റിപ്പോർട്ട് എന്നുള്ളത്. ഓക്കെ, ഇത് റിസർച്ച് വർക്കിൻ്റെ ഒരു എൻഡ് പ്രൊഡക്റ്റാണ് എന്ത് റിസർച്ച് റിപ്പോർട്ട് എന്നുള്ളത്. കാരണം നമ്മൾ ഏറ്റവും അവസാനം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, ദെൻ അത് ആർക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഫങ്ഷൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് നോക്കാം. മെയിൻലി 3 ഫങ്ഷൻസ് ആണ് റിസർച്ച് റിപ്പോർട്ട് കൊണ്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, നമ്മുടെ റിസർച്ച് പ്രോബ്ലം എന്താണ്, നമ്മുടെ റിസർച്ച് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്തത്, നമ്മൾ ഡാറ്റ എങ്ങനെ അനലൈസ് ചെയ്തത്, നമ്മുടെ ഫൈൻഡിങ്സ് എന്താണ്, നമ്മുടെ കൺക്ലൂഷൻ എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഓർഗനൈസ്ഡ് വേയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഏത് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ റിസർച്ച് റിപ്പോർട്ട് നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലേ, ഫ്യൂച്ചറിൽ റെഫറൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഏതുണ്ടെങ്കിൽ റിസർച്ച് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റിസർച്ച് റിപ്പോർട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസർച്ച് വർക്കിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ റിസർച്ച് കണ്ടക്ട് ചെയ്ത റിസർച്ചിൻ്റെ സ്കില്ലും എബിലിറ്റിയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഏതിലൂടെ പറ്റും? നമുക്ക് റിസർച്ച് റിപ്പോർട്ടിലൂടെ പറ്റും. ഓക്കെ, ദെൻ ഈ റിസർച്ച് റിപ്പോർട്ട് നോക്കിയിട്ട് പോളിസി മേക്കേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സിനൊക്കെ കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അല്ലേ, അതായത് ഇപ്പോൾ ബിസിനസ്സിലൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നു, സോ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്ത് ആ പ്രോബ്ലത്തിൻ്റെ റീസൺ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? പിന്നീടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, സോ പോളിസി മേക്കേഴ്സ് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് അവർക്ക് ഡിസിഷൻ എടുക്കാനും അതുപോലെ തന്നെ പോളിസി ഫോർമുലേറ്റ് ചെയ്യാനും ഏത് യൂസ്ഫുള്ളാണ്? റിസർച്ച് റിപ്പോർട്ട് യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ആണ് ഏതിനുള്ളത്? റിസർച്ച് റിപ്പോർട്ടിന് ഉള്ളത്.
ദെൻ നെക്സ്റ്റ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ദ റിപ്പോർട്ട് ഹെൽപ്സ് ദ റിസർച്ച് ടു കമ്മ്യൂണിക്കേറ്റ് ദ പ്രോബ്ലം, അല്ലേ? അതായത് റിസർച്ച് പ്രോബ്ലം എന്താണ്, ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ആ റിസർച്ച് കണ്ടക്ട് ചെയ്തത്, എന്തൊക്കെ ഫാക്ച്വൽ ഇൻഫർമേഷൻസ് ആണ് കിട്ടിയത്, അതുപോലെ തന്നെ കൺക്ലൂഷൻ, റിസർച്ച് സ്റ്റഡീൻ്റെ കൺക്ലൂഷൻ എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏതിലൂടെ പറ്റും? റിസർച്ച് റിപ്പോർട്ടിലൂടെ പറ്റും, അല്ലേ? ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് എന്താണ്? റിസർച്ചർക്ക് റിസർച്ചിൻ്റെ എഫേർട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? റിസർച്ചർ കണ്ടക്ട് ചെയ്ത റിസർച്ച് സ്റ്റഡി സക്സസ് ആയോ ഇല്ലയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ഏതിലൂടെ പറ്റും? റിസർച്ച് റിപ്പോർട്ടിലൂടെ പറ്റും, അല്ലേ? നമ്മൾ റിസർച്ച് റിപ്പോർട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസർച്ചിൻ്റെ എബിലിറ്റി, അല്ലേ, റിസർച്ച് എബിലിറ്റി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പോളിസി മേക്കേഴ്സ്, മാനേജേഴ്സ് അവർക്കൊക്കെ ഡിസിഷൻ എടുക്കാനും പോളിസി ഫോർമുലേറ്റ് ചെയ്യാനും യൂസ്ഫുൾ ആണ് ഏത് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസും ഫങ്ഷൻസും രണ്ടും ഏകദേശം ഒരുപോലെയാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് റിപ്പോർട്ട് നോക്കാം. അതായത് നമ്മൾ റിപ്പോർട്ട് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, ഓറലി ആണോ റിട്ടൺ ആണോ, അതുപോലെ തന്നെ നമ്മൾ റിസർച്ച് ആർക്ക് വേണ്ടിയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്, അതായത് ഓഡിയൻസിനെ അനുസരിച്ചിട്ട് നമുക്ക് റിപ്പോർട്ടിനെ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഫെലോ റിസർച്ചേഴ്സ് ഉണ്ട്, ലേമാൻസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, ടെക്നിക്കൽ പേഴ്സൺസ് ഉണ്ട്. സോ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? റിസർച്ച് റിപ്പോർട്ടിനെ ക്ലാസിഫൈ ചെയ്യാം. സോ നമുക്ക് ബേസിക്കലി എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? അതായത് ഓറൽ റിപ്പോർട്ട് അല്ലെങ്കിൽ റിട്ടേൺ റിപ്പോർട്ട് വന്നിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓറൽ റിപ്പോർട്ട് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ത്രൂ സ്പോക്കൺ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓറലി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടില്ല, USA കൂടുതലും ഉള്ളത്. ഓക്കെ, ദെൻ റിട്ടേൺ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഇവിടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ റിട്ടേൺ റിപ്പോർട്ടിനെ തന്നെ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? പോപ്പുലർ റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ, ടെക്നിക്കൽ റിപ്പോർട്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? പോപ്പുലർ റിപ്പോർട്ട്. ഓക്കെ, പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത് റിപ്പോർട്ട് പ്രിപ്പയർഡ് ഫോർ ലേമൻ, അതായത് സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ നമ്മുടെ സ്റ്റഡിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് അറിയാനൊന്നും ആഗ്രഹം ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവർക്ക് എന്താ അറിയേണ്ടത്? ഫാക്ച്വൽ ഇൻഫർമേഷൻ, നമ്മുടെ ഫൈൻഡിങ്സ് എന്താണ്, റെക്കമെൻഡേഷൻസ്, അല്ലേ, ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മളിത് കോമൺ ലാംഗ്വേജിലായിരിക്കും ഈ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് ലേമാനാണ്, സാധാരണ ആൾക്കാരാണ്, അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സിമ്പിൾ സ്റ്റൈലിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ റിപ്പോർട്ട് പ്രിപ്പയർഡ് ഫോർ ലേമാൻ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയും. അതിൽ നമ്മൾ നമ്മുടെ മേജർ ഫൈൻഡിങ്സ് എന്താണ്, നമ്മുടെ റെക്കമെൻഡേഷൻസ് എന്താണ്, അത്ര മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ഒരുപാടൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്? റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ഫെലോ റിസർച്ചേഴ്സ് ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഫെലോ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് അവർക്കൊക്കെ എന്തിനാണ് നമ്മുടെ റിസർച്ച് റിപ്പോർട്ട്? ഫോർ ടേക്കിംഗ് ഡിസിഷൻസ് അല്ലെങ്കിൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ, അല്ലേ? അപ്പോൾ അവർക്ക് എന്തുമാത്രം മതി? നമ്മുടെ റിസർച്ചിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ റിപ്പോർട്ടിൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഉണ്ടാകും, അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റാസ് ഉണ്ടാകും. ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒന്നും ഇതിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ റിസർച്ചിൻ്റെ സമ്മറി എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ റെക്കമെൻഡേഷൻസ്, ഇതൊക്കെയായിരിക്കും നമ്മുടെ ഈ ഒരു റിപ്പോർട്ടിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ പോപ്പുലർ റിപ്പോർട്ടിനേക്കാൾ കുറച്ച് ടെക്നിക്കൽ ആസ്പെക്റ്റ് കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഇൻഫർമേഷൻസും അതുപോലെ തന്നെ സമ്മറി, റെക്കമെൻഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അതായത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ഫെലോ റിസർച്ചേഴ്സിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ആ ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ,
ദെൻ ടെക്നിക്കൽ റിപ്പോർട്ട്. ഇപ്പോൾ ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ പേഴ്സൺസ് അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റിപ്പോർട്ടാണ് എന്ത് ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ പേഴ്സൺ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മുടെ റിസർച്ച് സ്റ്റഡിയിൽ ടെക്നിക്കൽ ആസ്പെക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അറിയാനായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അതായത് നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്തു, നമ്മുടെ റിസർച്ചിൽ എന്തൊക്കെ ഹൈപ്പോത്തിസിസ് ആണ് വെച്ചിരിക്കുന്നത്, ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റിസർച്ചിൽ ഏതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് അനലൈസ് ചെയ്തത്, ഓക്കെ, അങ്ങനെയുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അറിയാനായിരിക്കും ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക, ടെക്നിക്കൽ പേഴ്സൺസിന് ഉണ്ടാകുക. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, അതായത് നമ്മുടെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എവറിത്തിങ് നമ്മൾ ഏതിൽ കാണിക്കുന്നുണ്ട്, ടെക്നിക്കൽ റിപ്പോർട്ടിൽ കാണിക്കുന്നുണ്ട്. മോസ്റ്റ്ലി ടെക്നിക്കൽ ആസ്പെക്റ്റ് ആണ് നമ്മൾ ഏതിൽ കാണിക്കുക, ടെക്നിക്കൽ റിപ്പോർട്ടിൽ കാണിക്കുന്നത്. ഓക്കെ, ഇത് ടെക്നിക്കൽ പേഴ്സണ് സബ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ടെക്നിക്കൽ ലാംഗ്വേജസ് ഒക്കെ ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജസ്, അതായത് ടെക്നിക്കൽ പേഴ്സൺസിനായിരിക്കും അങ്ങനെ ഒരു ടെക്നിക്കൽ ലാംഗ്വേജ് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഏതൊക്കെ നമ്മൾ സെക്കൻഡറി ഡാറ്റാസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് ബിബ്ലിയോഗ്രഫിയും നമ്മൾ ഏതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും, ഈ ടെക്നിക്കൽ റിപ്പോർട്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടൂൾസ് അതൊക്കെ നമ്മൾ ഏതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും, ടെക്നിക്കൽ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ഏതിലുണ്ടാവുക, ടെക്നിക്കൽ റിപ്പോർട്ടിൽ ഉണ്ടാവുക. അതായത് ഏതൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവും, നമ്മുടെ പ്രോബ്ലം എന്താണ്, നേച്ചർ ഓഫ് ദ പ്രോബ്ലം, അതുപോലെ തന്നെ ഏത് റിസർച്ച് മെത്തഡോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഡാറ്റ അനാലിസിസ് എങ്ങനെ ചെയ്തിരിക്കുന്നത്, ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ റിസർച്ച് സ്റ്റഡിയിൽ ഡാറ്റ അനലൈസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ റിസർച്ച് സ്റ്റഡിയുടെ റിസൾട്ട് എന്താണ്, ദെൻ ഫൈൻഡിങ്സ് എന്താണ്, നമ്മുടെ ഇൻഫറൻസസ് എന്താണ്, കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഏതിലുണ്ടാകും, നമ്മുടെ ടെക്നിക്കൽ റിപ്പോർട്ടിൽ ഉണ്ടാകും. ഓക്കെ, അപ്പം നമ്മൾ ടൈപ്സ് ഓഫ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ മെയിൻലി നമ്മൾ റിപ്പോർട്ടിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏത് ഓറൽ റിപ്പോർട്ടും റിട്ടേൺ റിപ്പോർട്ടും. റിട്ടേൺ റിപ്പോർട്ടിൽ വരുന്ന 3 ടൈപ്സാണ് ഏത്, പോപ്പുലർ റിപ്പോർട്ട്, റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ടെക്നിക്കൽ റിപ്പോർട്ട്. പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർക്ക് ലേമൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാണ് പോപ്പുലർ റിപ്പോർട്ട്. ദെൻ റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർ, എക്സിക്യൂട്ടീവ്സ്, ഫെലോ റിസർച്ചേഴ്സ് അല്ലെ, അവർക്കൊക്കെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയും. ദെൻ ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സ്പെഷ്യലിസ്റ്റ്, ടെക്നിക്കൽ പേഴ്സൺസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക, ടെക്നിക്കൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക അല്ലേ. അപ്പോൾ ടെക്നിക്കൽ ലാംഗ്വേജസ് ആയിരിക്കും ഏതിലുണ്ടാവുക, ടെക്നിക്കൽ റിപ്പോർട്ടിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് റിസർച്ച് റിപ്പോർട്ടാണ്. സോ നമ്മൾ റിസർച്ച് റിപ്പോർട്ട് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. എന്താണ് റിസർച്ച് റിപ്പോർട്ട്, നമ്മുടെ റിസർച്ച് ഫൈൻഡിങ്സ് എന്താണ്, അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം, റിസർച്ച് ഫൈൻഡിങ്സ് അല്ലെങ്കിൽ റിസർച്ച് റിസൾട്ടിനെ കുറിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടൂൾ അല്ലെങ്കിൽ ഒരു ഡിവൈസാണ് എന്ത് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് ഓറൽ പ്രസൻറ്റേഷൻ ആക്കാം, അതുപോലെ തന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കി അല്ലേ, അതായത് പ്രോബ്ലംസ് അതുപോലെ തന്നെ നമ്മുടെ മെത്തേഡ്സ് ഫൈൻഡിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ റിസർച്ചിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. അതല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ്സിനും അതുപോലെ തന്നെ പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, റിസർച്ച് റിപ്പോർട്ട് യൂസ് ചെയ്യാം. ദെൻ നമ്മൾ ടൈപ്സ് ഓഫ് റിപ്പോർട്ടാണ് ഡിസ്കസ് ചെയ്തത്. മെയിൻലി 2 ടൈപ്സ് ഓഫ് റിപ്പോർട്ടാണ് ഉള്ളത്. ഏതൊക്കെയാണ്, ഓറൽ റിപ്പോർട്ടും റിട്ടേൺ റിപ്പോർട്ടും. റിട്ടേൺ റിപ്പോർട്ടിൽ തന്നെ 3 ടൈപ്സിൻ്റെ ഏതൊക്കെയാണ്, പോപ്പുലർ റിപ്പോർട്ട്, റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ടെക്നിക്കൽ റിപ്പോർട്ട്. ഓക്കെ, താങ്ക് യു.